നമസ്കാരം. ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കകൾ പുകയുകയാണ്. 2026 വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത ട്രംപിന്റെ ശരീരഭാഷയും പെരുമാറ്റവും മുൻനിർത്തി ഒരു പ്രമുഖ ആരോഗ്യ വിദഗ്ധർ പുറത്തുവിട്ട വിവരങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 4 വർഷത്തെ ആയുസ് മാത്രമേ ശേഷിക്കുന്നുള്ളൂവെന്നും അദ്ദേഹത്തിന്റെ മസ്തിഷ്കം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആരോഗ്യരംഗത്തെ ഒരു വിദഗ്ധൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലൈസൻസുള്ള ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആദം ജെയിംസ് ആണ് US രാഷ്ട്രീയ നിരീക്ഷകൻ ഡേവിഡ് പാക്കുമായുള്ള അഭിമുഖത്തിൽ ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ട്രംപിന്റെ കൈകളിൽ അസാധാരണമായ ചതിവുകൾ പതിവായി പ്രത്യക്ഷപ്പെടുകയും അവ പലപ്പോഴും മേക്കപ്പ് ഉപയോഗിച്ച് മറയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അദ്ദേഹം ഇടയ്ക്കിടെ ആശയക്കുഴപ്പത്തിലാവുകയും പൊതുസ്ഥലങ്ങളിൽ മയങ്ങിപ്പോവുകയോ മാധ്യമങ്ങളെ നേരിടുമ്പോൾ സ്ഥിരതയില്ലാത്ത അവസ്ഥയിലാവുകയോ ചെയ്തിട്ടുണ്ട്. ജനുവരി 22 സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ബോർഡ് ഓഫ് പീസ് ഒപ്പിടുന്ന ചടങ്ങിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടത് കൈയുടെ പിൻഭാഗത്ത് ഒരു ചതവ് കാണാം. US പിന്തുണയുള്ള ബോർഡ് ഓഫ് പീസ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷമുള്ള ഗാസ മുനമ്പിലെ ദുർബലമായ വെടിനിർത്തൽ നിയന്ത്രിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. നടൻ ബ്രൂസ് വില്യംസിനെ പോലെ ട്രംപിനും കഠിനമായ ആരോഗ്യ തകർച്ച ഉണ്ടാകുവാൻ ഇനി ഏകദേശം 4 വർഷം മാത്രമേ ഉള്ളൂ എന്നാണ് ജെയിംസിന്റെ അവകാശവാദം. ട്രംപിന്റെ സമീപകാലത്തെ പൊതുപ്രസംഗങ്ങൾ അവ്യക്തതയും പരസ്പര ബന്ധവുമില്ലാത്തതായിരുന്നു. കഴിഞ്ഞ മാസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രത്യേകിച്ചും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതായിരുന്നു. ഈ പ്രസംഗത്തിനിടെ ഗ്രീൻലാൻഡിനെയും ഐസ്ലാൻഡിനെയും മാറിപ്പറയുകയും ചിന്താധാരണ മുറിയുകയും പിന്നീട് ബന്ധമില്ലാത്ത വിഷയങ്ങളിലേക്ക് മാറുകയും ചെയ്തത് ആശയക്കുഴപ്പത്തിലായതിന്റെ ലക്ഷണങ്ങളായി വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ ചിന്താധാരകളിലെ വ്യതിചലനം ട്രംപിന്റെ ആരോഗ്യം ക്ഷയിക്കുന്നതിന്റെ സൂചനയാണെന്നും ആദം ജെയിംസ് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് മസ്തിഷ്കത്തിന്റെ മുൻഭാഗത്തുള്ള ഫ്രണ്ടൽ ലോബാണ്. ട്രംപിന്റെ തലയോട്ടിക്കുള്ളിൽ ഈ ഫ്രണ്ടൽ ലോബ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. MRI സ്കാനുകളിൽ ഇത് വ്യക്തമാകും. അതുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം MRIക്ക് പകരം CT സ്കാനുകളിലേക്ക് മാറിയത്. കാരണം മസ്തിഷ്കം ചുരുങ്ങുന്നത് അവർക്ക് കാണിക്കുവാൻ താല്പര്യമില്ല, ജെയിംസ് കൂട്ടിച്ചേർത്തു. ചിന്തകൾ ക്രമീകരിക്കുന്നതിൽ മസ്തിഷ്കത്തിന്റെ ഈ ഭാഗം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. അടുത്തിടെ വെനസ്വേലയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ US സൈന്യത്തിന്റെ അതീവ രഹസ്യമായ ഡിസ്കോം ബോംബുലേറ്ററിനെ കുറിച്ച് ട്രംപ് പരാമർശിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് അനുവാദമില്ലെന്ന് എനിക്കറിയാം എന്ന് ട്രംപ് ഈ അതീവ രഹസ്യം വിവരം വെളിപ്പെടുത്തുന്നതിനിടെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഇത് സംസാരിക്കാൻ പാടില്ലെന്ന് അറിയാം, പക്ഷേ അദ്ദേഹത്തിന്റെ മസ്തിഷ്കം അതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്നില്ല, ആദം ജെയിംസ് നിരീക്ഷിച്ചു. ഫ്രോണ്ടോ ടെമ്പോറൽ ഡിമെൻഷ്യയാണ് ട്രംപിനെ ബാധിച്ചിരിക്കുന്നതെങ്കിൽ രോഗനിർണയത്തിന് ശേഷം 7-12 വർഷം വരെയാണ് ആയുസ് ദൈർഘ്യം സാധാരണയായി കണക്കാക്കപ്പെടുന്നതെന്നും ജെയിംസ് സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഈ വെളിപ്പെടുത്തലുകളോടെ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. നടൻ ബ്രൂസ് വില്യംസിനെ പോലെ ട്രംപിനും കഠിനമായ ആരോഗ്യ തകർച്ച ഉണ്ടാകുവാൻ ഇനി ഏകദേശം 4 വർഷം മാത്രമേ ഉള്ളൂ എന്നാണ് ജെയിംസിന്റെ അവകാശവാദം. മറ്റൊരു വിദഗ്ധനായ ഡോക്ടർ ജോൺ ഗാർട്ട്നർ വിശ്വസിക്കുന്നത് പ്രസിഡന്റിന് പക്ഷാഘാതം ഉണ്ടായതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നാണ്. ദാവോസിലെ റെഡ് കാർപ്പറ്റിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം വേച്ചു പോകുന്നത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇത് തലച്ചോറിന്റെ ഇടതുവശത്തെ പക്ഷാഘാതവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നും അദ്ദേഹം കരുതുന്നു. 1980കളിൽ വളരെ വ്യക്തമായി സംസാരിച്ചിരുന്ന ട്രംപിന് ഇന്ന് ഒരു വാചകം പോലും പൂർത്തിയാക്കാൻ കഴിയാത്തത് അൽഷീമേഴ്സിന്റെയോ ഡിമെൻഷ്യയുടെയോ ലക്ഷണമാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദാവോസിൽ വെച്ചെടുത്ത ചിത്രങ്ങളിൽ ട്രംപിന്റെ ഇടത് കൈയുടെ പിൻഭാഗത്ത് വലിയ ചതവുകൾ വ്യക്തമായി കാണുന്നുണ്ട്. മേക്കപ്പ് ഉപയോഗിച്ച് ഇത് മറയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഇത്തരം പാടുകൾ പ്രത്യക്ഷപ്പെടുന്നത് രക്തചംക്രമണം സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തീവ്രമായ ചികിത്സകളുടെ പാർശ്വഫലമോ ആകാമെന്നാണ് നിഗമനം. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം വൈറ്റ് ഹൗസ് തള്ളിക്കളഞ്ഞു. പ്രസിഡന്റ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും പ്രായത്തിൻ്റെതായ സാധാരണ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും വക്താവ് കരോലിൻ ലീവിറ്റി വ്യക്തമാക്കി. എന്നാൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന്റെ ഓരോ നീക്കവും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.